ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം, നിൽക്കുന്നവനും വീഴാം, വീണവനും വാഴാം. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ അർത്ഥം മനസ്സിലായിക്കൊള്ളും. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വീണ് കിടക്കുന്ന വ്യക്തിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് ദൈവത്തോടുകൂടെ വാഴാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളതും കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുത്തൻ്റെ ദീനരോധനം ഞാൻ കേട്ടതാണ്. ഒരു കാലത്ത് ഏതാണ്ട് ഈ കോടികളിട്ട് അമ്മാനമാടിയിരുന്ന വ്യക്തിയെന്ന് വേണേൽ പറയാം. അത്രമാത്രം സാമ്പത്തികമായിട്ട് കാശ് കൈ വന്ന് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് പരസഹായമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, പഴയതുപോലെ പണമുണ്ടാക്കാവുന്ന ഒരവസ്ഥയും അവൻ്റെ മുമ്പിൽ ഇല്ല. ഒരു കാര്യം അവൻ്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ടത്, നിൽക്കുന്നവർക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്, വീഴാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് 1 കൊരിന്തോസ് 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം എടുക്കുമ്പോൾ നമ്മൾ കാണുക. നമുക്ക് ആദ്യമായിട്ട് ദൈവം തരുന്ന ഈ ഒരു മുന്നറിയിപ്പ് ഒരു കാരണവശാലും നിസ്സാരവൽക്കരിക്കരുത്, അത് അവഗണിക്കരുത്, ഗൗരവപൂർവ്വം എടുക്കണം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. 1 രാജാക്കന്മാർ 11:9 മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതും, സോളമനും ദൈവം ഒരു മുന്നറിയിപ്പ് കൊടുത്തു. അവന് പ്രത്യക്ഷപ്പെട്ടു, 1 അല്ല 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ട് അവന് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, നീ വളരെ ശ്രദ്ധിക്കണം, അന്യദൈവാരാധനയിലേക്ക് നീ പോകരുത്, അവിശ്വസ്തത നീ കാണിക്കരുത്, അവൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ, ചെയ്യരുതാത്ത കാര്യങ്ങൾ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അവന് പറഞ്ഞു കൊടുത്ത. അതാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുക. 1 രാജാക്കന്മാർ 11-ാം അധ്യായം അതിൻ്റെ 9 മുതൽ വായിക്കുമ്പോൾ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവൻ അനുസരണക്കേട് കാണിച്ചു. ഇനി അതുമൂലം സോളമൻ്റെ ജീവിതത്തിൽ വന്ന കാര്യം മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവൻ്റെ രാജ്യം പോലും അവനെ കൈവിട്ടു പോയി. എത്ര മഹത്വത്തോടെ സമ്പൽ സമൃദ്ധിയിൽ വാണവനാണ്, ഇനി അവൻ്റെ രാജ്യം അവനെ കൈവിട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകന്റെ പുസ്തകം 8-ാം അധ്യായം 8-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ജ്ഞാനികളുടെ മൊഴികൾ നീ നിസ്സാരമായിട്ട് കാണരുത്. ജ്ഞാനികൾ, അറിവുള്ളവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, ഉപദേശിക്കാവുന്ന വ്യക്തികൾ ഉപദേശം തരുന്നത് അവഗണിക്കരുതെന്ന്. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഹെബ്രായ ലേഖനം അതിൻ്റെ 12:5 മുതൽ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുകയാണ്, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. കർത്താവ് ശാസിക്കുമ്പോൾ, കർത്താവ് ശിക്ഷണം നൽകുമ്പോൾ അത് ഗൗരവപൂർവ്വം എടുക്കാനായിട്ട്, നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താനായിട്ട് അത് ഉപകരിക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 2 മക്കബായർ 9-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അന്തിയോക്കസ്, അതിൻ്റെ തലക്കെട്ട് തന്നെ എങ്ങനെയാണ്? അന്തിയോക്കസിൻ്റെ അന്ത്യം. അന്തിയോക്കസിന് പല രീതിയിൽ കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തു. ഇനി അവന് ശാരീരികമായ ചില രോഗങ്ങൾ, അതുപോലെ തന്നെ യുദ്ധത്തിൽ പരാജയം, ഇതെല്ലാം ദൈവം കൊടുത്ത മുന്നറിയിപ്പുകളായിരുന്നു. പക്ഷെ ആ മുന്നറിയിപ്പുകളെല്ലാം കാറ്റിൽ പറത്തി സ്വന്തം അഹങ്കാര ചിന്തയിൽ മുമ്പോട്ട് പോകുന്ന അന്തിയോക്കസിനെ കാണാൻ പറ്റും. എവിടെയാണ് അവനെ കൊണ്ട് എത്തിച്ച്? ജീവിച്ചിരിക്കെ അവൻ്റെ ശരീരം പുഴുവരിക്കാൻ തുടങ്ങി. പരിതാപകരമായൊരവസ്ഥ. അതാണ് അന്തിയോക്കസിനുണ്ടായത്. ദൈവം നൽകുന്ന മുന്നറിയിപ്പ് ഗൗരവപൂർവ്വം എടുക്കാതെ വന്നാൽ നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നിന്നവർ വീണുപോയതായി ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില സംഭവങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സങ്കീർത്തനം 37, 35, 36 വചനങ്ങൾ, അങ്ങനെയുള്ളവരെ ലെബണോണിലെ ദേവദാരുവിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്ന കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടൻ പ്രബലനായി. ഇത് ചിലരുടെയൊക്കെ ഒരു കംപ്ലൈൻ്റാണ്. നമ്മൾ ഈ പ്രാർത്ഥനയും നന്മയൊക്കെ ആയിട്ട് പോയിട്ട് നമുക്ക് കിട്ടാത്ത ഐശ്വര്യം ദുഷ്ടർക്ക് കിട്ടുന്നു. ദുഷ്ടൻ പന പോലെ അവൻ തഴച്ചു വളരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്,
ദുഷ്ടൻ പ്രബലനായി. പക്ഷേ ലെബനോണിലെ ദേവദാരു പോലെ ഒരു കാലത്ത് ഉയർന്നു നിന്നെങ്കിലും പിന്നീട് അതിൻ്റെ അടയാളം പോലും കാണാനില്ലായിരുന്നു. ഈ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാമെന്ന് ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം. എന്ത് രാജകീയ പദവിയിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് നെബൂഖദ്നേസർ. സ്വർഗത്തിൽ നിന്നും ഒരു സ്വരം കേട്ടു, നെബൂഖദ്നേസർ, നിന്റെ രാജ്യം നിന്നെ കൈവിട്ടു പോയിരിക്കുന്നു. പ്രതാപത്തിൽ ജീവിച്ചിരുന്ന, അതായത് ബാബിലോണിന്റെ ആ പ്രതാപത്തിൽ ജീവിച്ചിരുന്ന നെബൂഖദ്നേസർ അതെല്ലാം നഷ്ടമായി വിജനസ്ഥലത്ത് കിടക്കുന്ന ഒരു രംഗം ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. മൂന്നാമതായിട്ട് വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വീഴാതിരിക്കാൻ നാം എന്ത് ചെയ്യണം. നിൽക്കുന്നവർക്ക് വീഴാനുള്ള സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ വീഴാതിരിക്കാനുള്ള വഴികൾ മനസ്സിലാക്കി ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. 1 പത്രോസ് 2:8 വായിച്ചാൽ, ദൈവവചനത്തെ ഒരിക്കലും നിന്ദിക്കരുത്. നിന്ദിച്ചാൽ നീ കാലിടറി വീഴും. അതാണ് വചനം പറയുക. മത്തായി 7:21 മുതൽ വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, പാറമേൽ ഭവനം പണിത വിവേകവതിക്ക് തുല്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? വചനം അനുസരിക്കുന്ന വ്യക്തികളെക്കുറിച്ച്. അനുസരിച്ചാൽ വീഴാതിരിക്കാൻ നമുക്ക് പറ്റും. വീണ്ടും പ്രഭാഷകൻ 3:18, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. പ്രഭാഷകൻ 34:19 വായിച്ചാൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വീഴാതിരിക്കാനുള്ള ഉറപ്പായിരിക്കും. 2 പത്രോസ് 1:10 വചനം എടുത്താൽ, പുണ്യങ്ങൾ അഭ്യസിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വീഴത്തില്ല. വീഴാതിരിക്കാൻ പുണ്യാഭ്യാസം നമ്മെ സഹായിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ സുഹൃതം കൊണ്ട് പുഷ്ടിപ്പെടുത്തണം. അവസാനമായിട്ട് വീണാലും എഴുന്നേൽക്കാനും ദൈവത്തോടു കൂടെ വാഴാനും സാധിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യെരമ്യാ 3:12-22 വായിച്ചാൽ, തിരിച്ചു വന്നാൽ മതി, നിനക്ക് ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ പറ്റും. പ്രഭാഷകൻ 17:24, പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് തിരിച്ചു വരാനുള്ള അവസരം കർത്താവ് നൽകുന്നു. ബാറൂക്ക് 4:27-28 വായിച്ചാൽ, 10 ഇരട്ടി ഉത്സാഹത്തോടെ തിരിച്ചു വരുന്നവർക്ക് അവരുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ പറ്റും, അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. 2 തീമോത്തി 2-ാം അധ്യായം അതിൻ്റെ 11-12 വചനങ്ങൾ വായിച്ചാൽ, അവനോടുകൂടെ സഹിക്കാൻ തയ്യാറാകുന്നവർ അവനോടുകൂടെ ജീവിക്കും, അവനോടുകൂടെ ജീവിച്ച് മരിക്കുന്നവർ അവനോടുകൂടെ വാഴും. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.